ആലപ്പുഴ ചെറിയനാടും തെരുവുനായ ആക്രമണമുണ്ടായി. ഭിന്നശേഷിക്കാരനായ യുവാവിന്റെ ദേഹമാസകലം 42 കടിയേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ആനന്ദ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വിശദാംശങ്ങളുമായി അമൽ സുരേന്ദ്രനുണ്ട് ആലപ്പുഴയിൽ നിന്നും. അമൽ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? ഗൗതം, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ചെറിയനാട് പഞ്ചായത്തിലെ ആലപ്പാട് ജംഗ്ഷന് സമീപം ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഭിന്നശേഷിക്കാരനായ ആനന്ദിനാണ് തെരുവുനായയുടെ ക്രൂരമായിട്ടുള്ള കടിയേറ്റത്. ഇദ്ദേഹം ഈ ആലപ്പാട് ജംഗ്ഷനിൽ തന്നെയുള്ള ഇദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ കടയിൽ ജോലി നോക്കുകയായിരുന്നു. ഈ ബന്ധുവിന്റെ വീട് തൊട്ടടുത്തുണ്ട്. അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയതാണ്. അപ്പോൾ ബന്ധുവിന്റെ വീട്ടിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ്, അതായത് ആനന്ദിന്റെ ചിറ്റപ്പന്റെ വീട്ടിലേക്ക് കയറുന്നതിന് മുൻപാണ് ഈ തെരുവുനായ ആനന്ദിനെ ആക്രമിച്ചത്. കാലിന് ചെറിയ പ്രശ്നങ്ങളുള്ള ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ തെരുവുനായയുടെ ആക്രമണത്തിൽ ഓടി രക്ഷപ്പെടാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. ഈ സമയത്ത് വീടിനുള്ളിൽ ഉണ്ടായിരുന്നത് 94 വയസ്സുണ്ടായ അമ്മൂമ്മ മാത്രമാണ്. അപ്പോൾ അവർക്കും ഈ കടിയിൽ നിന്ന്, തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്ന് ആനന്ദിനെ സംരക്ഷിക്കാൻ സാധിച്ചില്ല. 42 മുറിവുകളാണ് ആനന്ദിന്റെ ശരീരത്തിലുള്ളത്. മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ഉടനെ തന്നെ നാട്ടുകാർ, അതായത് ഈ നായയുടെ ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തുകയും ആനന്ദിനെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. പ്രാഥമികമായ ചികിത്സകൾ നൽകിയതിനു ശേഷം അതിവേഗത്തിൽ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ആനന്ദ് ചികിത്സയിലും നിരീക്ഷണത്തിലുമാണുള്ളത്. ഏതായാലും ഈ ചെറിയനാട് ഭാഗത്ത് കുറച്ച് നാളുകളായി തന്നെ തെരുവുനായയുടെ ആക്രമണം രൂക്ഷമായി വരികയാണ്. ഇതിനെതിരെ നാട്ടുകാർക്കടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. ഈ ഒരു സംഭവം കൂടി ഉണ്ടായപ്പോൾ, അതായത് 42 മുറിവുകളാണ് ഈ ഭിന്നശേഷിക്കാരനായ ചെറുപ്പക്കാരന്റെ ശരീരത്തിലുള്ളത് എന്നാണ് നാട്ടുകാർക്കടക്കം വലിയ നടുക്കമുണ്ടാകുന്നത്. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള രോക്ഷത്തിലാണ്, പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ഗൗതം, ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആലപ്പുഴയിലും സമാനമായ രീതിയിൽ തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ശക്തമായ പ്രതിഷേധവും ഉടലെടുത്തിരിക്കുകയാണ്. ഇനി മറ്റൊരു